ഷിബിൻ, ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ അതിലുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ഏത് ക്വാളിറ്റി ഉള്ള ആളാണോ ക്വാളിറ്റി ഇല്ലാത്ത ആളാണോ? എന്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്ന ആൾ ഞാനല്ല ലാലേട്ടാ. അപ്പൊ ഞാൻ ജഡ്ജ് ചെയ്യട്ടെ? അല്ല, ഇത്തരം ആംഗ്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്ന ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? സാർ, ഞാൻ ആരോടുമായിട്ട് കാണിച്ചല്ല. പിന്നെ എന്തിനാ പോയി സോറി പറഞ്ഞ് ഇത് കാണിക്കോ? അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ? അല്ല. ഇത് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടതാണ്. ഓ, എന്തൊരു സന്തോഷമായിരുന്നു. ജാസ്മിൻ, റസ്മിൻ, ഗബ്രി, അർജുൻ, മറ്റേ ആരാ, അപ്സര, പാഴ്, നോറയ്ക്ക് ഒരു ടീഷർട്ടൊക്കെ കൊടുത്തു. ഇയാൾ ഇങ്ങനെ ഈ പാഴുകളൊക്കെ വളർത്തി ഇയാളെ ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഊക്കി വിടുകയാണ് ലാലേട്ടൻ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇയാളവിടെ നമുക്കൊരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിയുടെ ഓരോ പ്രവൃത്തി കാണുമ്പോൾ ഈ നോറേനൊക്കെ പോക്കി തലയിൽ വെക്കേണ്ട ഒരു കാര്യമില്ല. അവളെയൊക്കെ ആണ് കാലവാരി നിലത്തടിക്കേണ്ടത്. കാരണം എല്ലാത്തിനും മറ്റേ കരച്ചിൽ എന്ന് പറയുമ്പോഴേ അത് മാത്രമല്ലല്ലോ കണ്ടൻറ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവം. കരയാനാണെങ്കിൽ മറ്റേ ക്രൈയിങ് ഹൗസ് എന്നോ അങ്ങനെ വല്ലതൊക്കെ പേരിട്ടാൽ പോരായിരുന്നു. അവർക്ക് വലിയ സന്തോഷമായിരുന്നു. സിബിനെ പിടിച്ച് പുറത്താക്കി മറ്റേ പവർ ടീമിൽ നിന്ന്. അത് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും. ഈ ഒരു ചില ആൾക്കാർ ജാസ്മിനൊക്കെ പറയും, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ മറ്റേ ചെരുപ്പിടാത്ത പരിപാടിയാണ്. സെബിനെ ഇന്നലെ അത്രയ്ക്കും പറഞ്ഞ് ഊശിയാക്കി ലാലേട്ടൻ. പക്ഷേ സെബിൻ ഒരു വാക്കുപോലും പുള്ളിയോട് അരഗൻ്റായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ കാണാം, നമ്മുടെ പ്രോമോയിൽ തന്നെ കാണാം, ജാസ്മിൻ പറയുന്നത് എന്നെ മാത്രം എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്, എന്നെ മാത്രമാണോ ടാർഗറ്റ്, ഞാൻ മാത്രമാണോ ചെരുപ്പിടാത്തത് എന്നുള്ള രീതിയിൽ ലാലേട്ടനെ ചോദ്യം ചെയ്യണം. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലായിക്കൂടെ ഇയാൾക്ക് ഇതുപോലത്തെ ആൾക്കാരെ എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുപോലത്തെ ആൾക്കാരില്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാവില്ലേ? ഇതുപോലത്തെ ആൾക്കാരില്ലെങ്കിൽ ബിഗ് ബോസ് പരിപാടി ആൾക്കാർ കാണില്ലേ? അതോ യൂത്ത് കാണില്ലേ? യൂത്ത് മൊത്തം മറ്റേ ജാസ്മിൻ്റെ കുണ്ടി നോക്കിയിരിക്കുകയാണോ? അതാണോ ബിഗ് ബോസിലെ ടീമും മറ്റേ ഈ നടത്തിപ്പുകാർ ഉദ്ദേശിക്കുന്നത്? ഇതുപോലത്തെ ഒരു വൃത്തിയായിട്ട് ഒരു പെണ്ണിനെ എൻ്റെ മൂട് താങ്ങി നടക്കേണ്ട കാര്യമുണ്ടോ ബിഗ് ബോസിന് എന്നാണെങ്കിലും ഇന്ന് രാത്രിത്തെ എപ്പിസോഡ് കാണാം. നല്ല രസമുണ്ടാകുമെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവൾ എല്ലാത്തിനും മറ്റേ ഉൾട്ട വർത്താനാണല്ലോ. ഞാൻ മാത്രമല്ല ചെരുപ്പിടാത്ത നടക്കുന്ന ബാക്കി ആൾക്കാരുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൾ ലാലേട്ടനെ തിരിച്ചിട്ട് ഉഷാക്കാൻ നോക്കുക. അവളുടെ ചിരിയും അവളുടെ നോട്ടം ഭാവമൊക്കെ കണ്ടില്ലേ? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് അടിച്ച് പുറത്താക്കേണ്ട സാധനമാണിത്. ഇതിനെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? അതേപോലെ നോറ കരയാൻ വേണ്ടി മാത്രമോ? അവൾ മറ്റേ കിലുക്കത്തിലെ രേവതിയുടെ ക്യാരക്ടർ അവൾക്ക് അറിയില്ലെന്ന് പറയുന്നത്. അവൾ ഭയങ്കര യൂട്യൂബറാണ്. അവൾ ഭയങ്കര സിനിമാ ഫീൽഡിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നോറ. കിലുക്കം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതിലും കൂടുതൽ നാണക്കേടുണ്ടോ? അവൾ ലൈവ് പരിപാടിയിൽ കണ്ടതാണ്. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല കിലുക്കത്തിലെ രേവതി എങ്ങനെയാണെന്ന് അറിയില്ല. എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ സിനിമയും മറ്റേ കലയും കൊലയും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ആൾക്കാർ, ഇതുപോലത്തെ ആൾക്കാർ എന്തിനാണ് ബിഗ് ബോസിൽ എടുത്ത് വെക്കുന്നത്? ഹൈജീൻ. ജാസ്മിൻ ചെരുപ്പിടാറില്ലേ? ഇല്ല ലാലേട്ടാ. എന്താ? എനിക്ക് കംഫർട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ അങ്ങനെ ചെളി അഴുക്കൊന്നും ഇല്ലല്ലോ. നമ്മുടെ കംഫർട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ ബിഗ് ബോസ്. എന്നെ മാത്രം എയിം ചെയ്താണ് പറഞ്ഞത്. അങ്ങനല്ല, നിങ്ങൾ മാത്രമേ ചെരുപ്പിടാതെ നടക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ മാത്രമല്ല ഇവിടെ ചെരുപ്പിടാന്ന്. എനിക്ക് നിങ്ങളെ എന്തിനാ എയിം ചെയ്യുന്നത് കേട്ടപ്പോൾ സമാധാനമായെന്ന് തോന്നുന്നു ലാലേട്ടന്. നിങ്ങളെ എന്തിനാ എന്നെ മാത്രം എയിം ചെയ്യുന്നത്, എന്നെ മാത്രം എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവൾ ചോദിച്ചു. അതിനുള്ള പണി അവൾക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇയാൾ ചുമ്മാ തണുപ്പിനായി പോയെന്ന്, മറ്റേ ചോര തിളപ്പ് നിന്നു എന്ന് പറഞ്ഞില്ല, അതാണ്.